Hi all, this is Shoni from Cato Learning. Cato Learning related ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 minutes ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇതുകൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് ആണ്. പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ ട്രഡീഷണൽ തിയറി ഓഫ് കോസ്റ്റും അതുപോലെ തന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ ഷോർട്ട് റണ്ണിലും അതുപോലെ തന്നെ ലോങ് റണ്ണിലുമുള്ള ഡിഫറെന്റ് കോസ്റ്റ് കർവുകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുണ്ടായി. അപ്പം ഈ ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും കോസ്റ്റ് കർവുകളുടെ മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിനെയാണ് നമ്മൾ മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ മേജർ ആയിട്ട് മോഡേൺ എക്കണോമിസ്റ്റുകളായിട്ടുള്ള സ്റ്റിഗ്ലിർ, ആൻഡ്രൂസ് ആൻഡ് ഫ്രീഡ്മാൻ എന്ന് പറയുന്ന എക്കണോമിസ്റ്റുകൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞിരിക്കുന്ന ഈ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ യു ഷേപ്പിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന് പുതിയൊരു ഷേപ്പ് അല്ലെങ്കിൽ ഒരു L ഷേപ്പ് ആണെന്ന് പ്രൊപ്പോണ്ട് ചെയ്യുന്നത്. അപ്പം ഇവിടുത്തെ മേജർ ഡിഫറൻസ്, അതായത് ട്രഡീഷണൽ തിയറിയും അതുപോലെ തന്നെ മോഡേൺ തിയറിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ട്രഡീഷണൽ തിയറിയിൽ ഈ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? യു ഷേപ്പ് ആണെന്നാണ് പറയുക. പക്ഷേ നമ്മളൊരു മോഡേൺ തിയറിയിലേക്ക് വന്നു കഴിയുമ്പം ഇവിടെ എന്താണ്? ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ ഷേപ്പിനെ L ഷേപ്പ് ആയിട്ടാണ് ഇവിടെ സംസാരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന കോസ്റ്റ് കർവുകളുടെ ഷോർട്ട് ടേൺ ആയാലും ലോങ് ടേൺ ആയാലും കോസ്റ്റ് കർവുകളുടെ ഷേപ്പില് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് മോഡേൺ തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും ഈ കോസ്റ്റ് കർവുകളുടെ ഷേപ്പുകളുടെ ഡിഫറൻസിനുള്ള മേജർ റീസൺ ആയിട്ട് മോഡേൺ തിയറി പറയുന്നത് എന്താണ്? ഈ എല്ലാ ഫേംസിനും ഒരു ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി, അതായത് ഓരോ ഫേംസും അവരുടെ എക്സ്പെക്റ്റഡ് ആവറേജ് സെയിൽസിനേക്കാളും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസർവ് കപ്പാസിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ആണ് ഈ ഷോർട്ട് റണ്ണിലെയും ലോങ് റണ്ണിലെയും കോസ്റ്റ് കർവുകൾക്ക് ട്രഡീഷണൽ തിയറിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് മോഡേൺ തിയറിയിൽ മറ്റൊരു ഷേപ്പ് പറയുന്നത്. സ്പെസിഫിക്കലി ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന് ഒരു L ഷേപ്പും അതുപോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾക്ക് ഒരു സോസർ എഡ്ജ് അല്ലെങ്കിൽ സോസർ ടൈപ്പ് ഷേപ്പ് അല്ലെങ്കിൽ ബോൾഡ് ഷേപ്പ് ഉണ്ടാകാനുള്ള റീസൺ ആയിട്ട് ഇവിടെ മോഡേൺ തിയറിയിൽ പറയാം. അപ്പം നിങ്ങൾ ഏറ്റവും ക്രിസ്പായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നക്ഷലായിട്ട് ഈ മോഡേൺ തിയറിയും ട്രഡീഷണൽ തിയറിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ ഷോർട്ട് റൺ ആൻഡ് ലോങ് റൺ കോസ്റ്റ് കർവുകളുടെ ഡിഫറൻസ് ആണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The modern theory suggests the existence of built-in reserve capacity which impact flexibility and enable the plant to produce larger output without adding to the cost. Built-in reserve capacity are planned by the firms. The short-run cost curve are saucer type shape, whereas long-term average cost curve is either L shape or inverse J type. അതായത് ഷേപ്പ്, അതായത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു ഫേമിന് അവരുടെ കോസ്റ്റ് കൂടാതെ തന്നെ അവർക്ക് അവരുടെ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെർട്ടൈൻ എക്സ്റ്റെന്റ് വരെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ കോസ്റ്റിൽ ചേഞ്ച് ഇല്ലാതെ തന്നെ അവർക്ക് ഒരു പർട്ടിക്കുലർ ഔട്ട്പുട്ടിൽ നിന്ന് മറ്റൊരു ഔട്ട്പുട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള അവരുടെ ഒരു പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അവര് ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവർ റിസർവ് ചെയ്ത് വെക്കുന്ന ആ ഒരു കപ്പാസിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണ്, ഒരിക്കലും ഫേംസ് എന്ന് പറയുന്നത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സെയിൽസിന് വേണ്ടി മാത്രമായിരിക്കത്തില്ല ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവർ ബിൽഡ് ചെയ്യുക. അവരെന്ത് ചെയ്യും, അതിനേക്കാളും ഒരു കുറച്ച് 1 or 2% അല്ലെങ്കിൽ ഒരു അഡീഷണൽ സർട്ടൻ സം ഓഫ് ഔട്ട്പുട്ട് കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുക, അവര് ബിൽഡ് ചെയ്യുക. കാരണം എന്താണ്, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സെയിൽസ് ഇൻക്രീസ് ഉണ്ടായാൽ അതിനെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ടാക്കിൾ ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ അതിനെ അവർക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കണം. അപ്പം ഇതിനു വേണ്ടി പലപ്പോഴും ഫേംസ് അവരുടെ പ്ലാന്റ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെർട്ടൈൻ കപ്പാസിറ്റി എക്സസ് അവിടെ ഇടാറുണ്ട്. അപ്പം ഈ പറയുന്ന ഈ എക്സസ് ആയിട്ട് ഇവർക്ക് കോസ്റ്റിൽ ചേഞ്ച് ഇല്ലാതെ അല്ലെങ്കിൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യാതെ തന്നെ ഇവർക്ക് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ആ സെർട്ടൈൻ സം ഓഫ് ഔട്ട്പുട്ട് ആണ് അവിടെ എന്താണ് ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി എന്ന് വിളിക്കാം. അപ്പം ഇവിടെ മോഡേൺ തിയറിയിലേക്ക് നമ്മൾ വരുമ്പം മോഡേൺ തിയറിയിൽ ട്രഡീഷണൽ തിയറിയിലെ അപേക്ഷിച്ച് ഷോർട്ട് റൺ ആൻഡ് ലോങ് ടേൺ കോസ്റ്റുകളുടെ ഡിഫറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ട്രഡീഷണൽ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്, ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ ഈ പറയുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആയാലും അതുപോലെ തന്നെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് ആയാലും ആവറേജ് കോസ്റ്റ് ആയാലും അതിനെന്താണ് യു ഷേപ്പ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി അതുപോലെ തന്നെ മാർജിൻ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റിന്റെ ഷേപ്പും യു ഷേപ്പ് ആണ്. ദെൻ അതുപോലെ തന്നെ ഷോർട്ട് റൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് എന്താണ് ഒരു ഹൈപ്പർബോളിക് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ മോഡേൺ തിയറിയിൽ പറയുന്നത് എന്താണ്, ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളുടെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു സോസർ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പ് ആണ് വരിക. അതിനർത്ഥം എന്താ, സോസർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇനിഷ്യലി അത് ഡിക്രീസ് ചെയ്യുന്നു, ദെൻ ഒരു സെർട്ടൈൻ എക്സ്റ്റെന്റ് വരെ അത് എന്താകുന്നു ഫ്ലാറ്റ് ആകുന്നു, ദെൻ അതിനുശേഷം അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് സോസർ ടൈപ്പ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ യു ഷേപ്പ് ആണെങ്കിൽ എന്താണ്, അത് ഫോളോ ചെയ്യുന്നു, മിനിമത്തിൽ എത്തുന്ന അഗെയിൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് യു ഷേപ്പും സോസർ ഷേപ്പും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം നമുക്ക് ഏറ്റവും ബൗൾസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ബൗൾസിന്റെ എന്താണ് ഏറ്റവും ബോട്ടം ലെവലിൽ ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം മോഡേൺ തിയറി അനുസരിച്ച് എന്താണ്, ഈ ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾക്ക് ഈ ബോൾ ഷേപ്പ് അല്ലെങ്കിൽ സോസർ ടൈപ്പ് ഷേപ്പ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനുള്ള മേജർ റീസൺ ആയിട്ട് മോഡേൺ തിയറിയിൽ പറയുന്നത് എന്താണ്, ഈ ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന് ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ യു ഷേപ്പ് ആണ് പറഞ്ഞിരുന്നത്. പക്ഷെ മോഡേൺ തിയറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ലോങ് ടേൺ ആവറേജ് കോസ്റ്റിന്റെ ഷേപ്പ് എന്താണ്, എൽ ഷേപ്പ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ജെ ഷേപ്പ് ആണ് ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന് ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് മേജർ ആയിട്ടുള്ള നട്ട്ഷെല്ല്. നിങ്ങൾ ഇനി ഇതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കലും മിനിമം ഈ ട്രഡീഷണൽ തിയറിയും അതുപോലെ തന്നെ മോഡേൺ തിയറിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് ആയിട്ട് ഇത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ സ്പെസിഫിക്കലി എങ്ങോട്ട് പോകുന്നു, ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളിലേക്കും ലോങ് ടേൺ കോസ്റ്റ് കർവുകളിലെയും മോഡേൺ തിയറിയിലേക്ക് നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ പോവാണ്. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ തിയറിയിൽ ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുക എന്നുള്ളത്. ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത പോലെ തന്നെ ഈ മോഡേൺ തിയറിയിലും ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളെ ഷോർട്ട് റൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ്, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഇങ്ങനെ 4 ആയിട്ട് തന്നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതെവിടെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ ഫിക്സഡ് ഫാക്ടറും വേരിയബിൾ ഫാക്ടറും ഷോർട്ട് റണ്ണിൽ ഉള്ളത് കൊണ്ട് തന്നെ പെർ യൂണിറ്റ് കോസ്റ്റ് അറിയണമെങ്കിൽ എന്താ, ഈ 4 കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഷോർട്ട് റൺ ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്, അതായത് ആവറേജ് ടോട്ടൽ കോസ്റ്റ്. ഇങ്ങനെ 4 കോസ്റ്റ് കർവുകളാണ് ഷോർട്ട് റണ്ണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം നമ്മൾ അവിടെ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ അതേ ഡിവിഷൻ തന്നെയാണ് ഇവിടെയും മോഡേൺ തിയറിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളിൽ നമ്മൾ കാണുക. ഈ 4 കർവുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഡിഫറെന്റ് എന്താണ്, ഈ പറയുന്ന കോസ്റ്റ് കർവുകളുടെ ഷേപ്പിൽ ഡിഫറെന്റ് ആണ്. ചില സെർട്ടൈൻ ഡിഫറൻസുകൾ ഇവിടെ വരാറുണ്ട്. അപ്പൊ എന്താണ് ആ ചേഞ്ചസ് എന്നുള്ളത് ഇവിടെ പറയുന്നത്. But in the modern theory, the short-run average variable cost and short-run marginal cost curve have a saucer type shape or bowl shape rather than U shape. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളുടെ ഡിഫറൻസ് എന്താണ് മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റും എന്താണ് ഒരു സോസർ ടൈപ്പ് ഷേപ്പ് അല്ലെങ്കിൽ
ഒരു ബൗൾ ഷേപ്പ് ആണ് ഇവിടെ എന്ത് വരിക, ഈ രണ്ട് കർവുകൾക്കും വരിക. ഇനി അതുപോലെ തന്നെ AFC അതായത് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് തന്നെയാണ് ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന് വരിക. ദെൻ അതുപോലെ തന്നെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റിന് യു ഷേപ്പ് തന്നെയാണ്. ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ യു ഷേപ്പ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഷോർട്ട് റൺ കോസ്റ്റ് കർവുകളുടെ ഒരു നക്ഷൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മോഡേൺ തിയറി എന്ന് പറയുന്നത്? ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും എന്താണ്, സോസർ ടൈപ്പ് ഷേപ്പ് അല്ലെങ്കിൽ ബൗൾ ഷേപ്പ്. അതായത് നിങ്ങൾ വരച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾ വരച്ച് സോസർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു താഴേക്ക് വരുന്ന ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് വരുന്നു, ദെൻ ഇങ്ങനെ വരുന്നു. ഇതാണ് ഏത് സോസർ ടൈപ്പ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് കണ്ടോ? അപ്പൊ നമ്മള് ഇങ്ങനെ വരച്ചു കഴിയുമ്പോഴത്തേന് ഇതെന്താ ഇവിടെ പറഞ്ഞിരിക്കുന്ന SAVC ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മാർജിനൽ കോസ്റ്റിന്റെ കാര്യം പറയും. മാർജിനൽ കോസ്റ്റിന്റെ ഷേപ്പ് എന്താണ് ഈ സോസർ ടൈപ്പ് ആണ് വരെ. അപ്പം ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് ആണെങ്കിലും ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണെങ്കിലും ഇവിടെ എന്താ സോസർ ടൈപ്പ് അല്ലെങ്കിൽ ബൗൾ ഷേപ്പ് ആണ് ഈ കോസ്റ്റ് കർവുകൾക്ക് ഉണ്ടാകുക. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞ് റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് തന്നെയാണ്. എവിടെയാണ് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ ഡിസ്കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് സെപ്പറേറ്റ് നമുക്ക് കാണാം. ദെൻ അതുപോലെ തന്നെ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അതായത് ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റിന്റെ ഷേപ്പ് എന്താണ്, യു ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ 1 by 1 ആയിട്ട് ഓരോന്നിലേക്ക് നമുക്ക് വരാം. നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് ആണ്. അപ്പൊ നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ പോലെ തന്നെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഫിക്സഡ് വേരിയബിൾസിന് ഉണ്ടാകുന്ന പെർ യൂണിറ്റ് കോസ്റ്റിനെയാണ് നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ പറയാ. ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമുല എന്താണ്, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ ഔട്ട്പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കിട്ടും. ഇത് നമ്മൾ ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ എക്സാമ്പിൾസും പറഞ്ഞ എന്താണ്, ഡിപ്രീസിയേഷൻ ഓഫ് മെഷീനറീസ്, മെയിൻ്റെനൻസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് ബിൽഡിംഗ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഓഫ് ലാൻഡ് വേർ ദി പ്ലാൻ ഓപ്പറേറ്റ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് യൂഷ്വലി ഫിക്സഡ് കോസ്റ്റുകളായിട്ട് നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ ദീസ് കോസ്റ്റ് റിമെയിൻ കോൺസ്റ്റന്റ് റിഗാർഡ്ലെസ് ഓഫ് ദി ഔട്ട്പുട്ട് ലെവൽ ആസ് ദേ ആർ ടൈഡ് ടു ദി ഫേംസ് ഫിസിക്കൽ ആൻഡ് ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഈ പറയുന്ന ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചർ എന്താ, ഔട്ട്പുട്ടിൽ എത്ര വേരി ചെയ്താലും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കും. അതായത് ഏത് ഔട്ട്പുട്ട് ലെവലാണെങ്കിലും ആവറേജ് ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ആവറേജ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം ഈ ഓർഗനൈസേഷൻ ആൻഡ് ഫിസിക്കൽ ഓർഗനൈസേഷണൽ ഇൻഫ്രാസ്ട്രക്ചറും ഫിസിക്കൽ സ്ട്രക്ചർ ഓഫ് ഫേംസും ഡിറ്റർമിൻ ചെയ്യുന്ന എന്താണ്, ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ ഈ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഈ പേഴ്സണൽ ആൻഡ് എന്താണ് ഫിസിക്കൽ ഓർഗനൈസേഷൻ, ഒരു ഫേം ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിനെയും ഓർഗനൈസേഷൻ ഇൻഫ്രാസ്ട്രക്ചറിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. The fixed costs are associated with the firm's personal and physical organization, such as administrative staff and capital equipment, which do not vary with the short-run changes in the output. അപ്പോൾ ഷോർട്ട് റണ്ണിൽ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് അനുസരിച്ച് നമുക്ക് ഒരിക്കലും എന്തിനെ വേരി ചെയ്യാൻ പറ്റത്തില്ല, ഫിക്സഡ് കോസ്റ്റുകളെ വേരി ചെയ്യാൻ പറ്റത്തില്ല. Unlike direct costs, which can be adjusted quickly without time lag, fixed factor determine plant size and set its limit or production capacity. അപ്പം വൺസ് നിങ്ങൾ ഫിക്സഡ് കോസ്റ്റുകൾ എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിനനുസരിച്ച് വേരി ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ഏതാണ് ഡയറക്റ്റ് കോസ്റ്റുകൾ, അതായത് ഈ പറയുന്ന വേരിയബിൾ കോസ്റ്റുകളായിട്ടുള്ള ലേബർ, റോ മെറ്റീരിയൽസ് ഒക്കെ എന്താ ഔട്ട്പുട്ട് അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. പക്ഷെ വൺസ് ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിനനുസരിച്ച് വളരെ ഈസിലി അല്ലെങ്കിൽ ടൈം വളരെ ഫാസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അത് ഫിക്സഡ് കോസ്റ്റിന്റെ ഫീച്ചറാണ് നമ്മൾ പഠിച്ചിട്ടുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിന്റെ സൈസിനെയും അതിന്റെ പ്രൊഡക്ഷൻ ലിമിറ്റിനെയും അഫക്ട് ചെയ്യുന്ന മേജർ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫേമിന്റെ പ്ലാൻ സൈസിനെയും അതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ ലിമിറ്റിനെയും ഡിസൈഡ് ചെയ്യുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് എല്ലായ്പ്പോഴും ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പ്ലാനിങ് ഓഫ് ദ ഫേം കൺസിസ്റ്റ് ഇൻ ഡിസൈഡിങ് ദി സൈസ് ഓഫ് ദീസ് ഫിക്സഡ് ഫാക്ടേഴ്സ് വിച്ച് സെറ്റ് എ ലിമിറ്റ് ടു ദി ഫേംസ് പ്രൊഡക്ഷൻ. അപ്പം എല്ലായ്പ്പോഴും നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് മാത്രമാണ് പ്രൊഡക്ഷൻസ് അല്ലെങ്കിൽ നമ്മളൊരു ഫേം ബിൽഡ് ചെയ്യാൻ തുടങ്ങുക. അപ്പം ഈ പ്ലാനിങ് സ്റ്റേജിൽ എല്ലായ്പ്പോഴും ഫേംസിന് എന്ത് ചെയ്യണം, ഇവരൊരു സൈസ്, ഈ പ്ലാന്റിന്റെ സൈസ് ഡിസൈഡ് ചെയ്യണം. അതായത് ഈ ഫിക്സഡ് കോസ്റ്റ്
ഇൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളി പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഒരു ഫേം സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ ഫേം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഫിക്സഡ് ഫാക്ടേഴ്സ് ആണ് ഈ ഫേമിന്റെ സൈസിനെ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ സൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, അവരുടെ പ്രൊഡക്ഷൻ ലിമിറ്റിനെ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ ആണ്. ദ ഓൺട്രപ്രണർ വിൽ പ്ലാൻ ടു പ്രൊഡ്യൂസ് ദാറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് which she anticipate to sell, and accordingly she would choose that size of the plan which will allow her to produce that level of output efficiently and with the maximum flexibility. അപ്പം ഇങ്ങനെ ഒരു പ്ലാനിങ് സ്റ്റേജിൽ എല്ലായ്പ്പോഴും ഓൺട്രപ്രണർ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, ഇവർക്ക് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം, അതുപോലെ തന്നെ മാക്സിമം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകണം. അപ്പം ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു സഡൻ ആയിട്ടുള്ള ഡിമാൻഡ് ചേഞ്ച് വന്നു കഴിയുമ്പോൾ അതിനോട് ആന്റിസിപ്പേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ ഫേമിന് സാധിക്കുന്നില്ലെങ്കിൽ ഫേമിന് പലപ്പോഴും അത് നഷ്ടം ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഒരു ഫേമിനെ അപേക്ഷിച്ച് ആ ഫേം അവരുടെ പ്ലാനിങ് സ്റ്റേജിൽ ഈ പ്ലാൻ സൈസ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവർക്ക് മാക്സിമം ലെവൽ ഓഫ് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഒരു പ്രൊഡക്ഷൻ നടത്താനും സാധിക്കണം, അതുപോലെ തന്നെ മാക്സിമം ഫ്ലെക്സിബിലിറ്റിയും ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്ലാൻ സൈസ് ഫേംസ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. The chosen plan would therefore have a capacity larger than the expected average level of sales, because the entrepreneur would want to have some reserve capacity for various reasons. അപ്പം ഈ എല്ലായ്പ്പോഴും പ്ലാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്, ഇവര് എക്സ്പെക്ട് ചെയ്യുന്ന ലെവൽ ഓഫ് സെയിൽസിനേക്കാളും ഒരു അഡീഷണൽ ഔട്ട്പുട്ടോടെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സെർട്ടൈൻ പ്ലാന്റ് മാത്രമായിരിക്കും അവരെന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത് 100 ആണ്. അപ്പം 100 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് അല്ല പലപ്പോഴും ഫേംസ് എന്ത് ചെയ്യുന്നത്, അവര് ബിൽഡ് ചെയ്യുക. അവരെന്ത് ചെയ്യും, മേ ബി 110 അല്ലെങ്കിൽ 120 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആയിരിക്കും എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവര് പ്ലാന്റ് ഉണ്ടാക്കുക. കാരണം എന്താണ്, എന്തെങ്കിലും ഒരു അഡീഷണൽ ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ അതിനെ മീറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് പല റീസൺസ് ഉണ്ട്. അപ്പം ഈ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആ ഒരു മെക്കാനിസം മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷെ നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ ഈ പറയുന്ന റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തിരുന്നില്ല കോസ്റ്റ് കർവുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത്. പക്ഷെ ഇവിടെ എന്താണ്, മോഡേൺ തിയറിയിലേക്ക് വരുമ്പോഴാണ് ഈ റിസർവ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഈ ഒരു അഡീഷണൽ ഫീച്ചറിനെയും കൂടെ കോസ്റ്റ് കർവുകളിലേക്ക് അല്ലെങ്കിൽ കോസ്റ്റ് തിയറിയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ എന്താണ് റിസർവ് കപ്പാസിറ്റി എന്നുള്ളത് ഇവിടെ പറഞ്ഞത്. The reserve capacity refers to the extra productive capacity that a firm intentionally built into its plan or set up beyond the expected average level of output. It acts as a buffer and provide a firm with flexibility to respond to the changes without major disruptions or delay. അതായത് ഒരു ഫേം എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു, ഇവർ ഇന്റൻഷനലി എന്ത് ചെയ്യുന്നു, കുറച്ച് എന്താണ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, എക്സ്ട്രാ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റീസ് ബിൽഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്, ഇവർക്കുണ്ടാകുന്ന ഏതാണ് ഒരു ഇവർക്കുണ്ടാകുന്ന ഒരു സഡൻ ചേഞ്ചസ്, അവരുടെ ഡിമാൻഡ് ഉണ്ടാകുന്ന സഡൻ ചേഞ്ചസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എല്ലായ്പ്പോഴും അവരുടെ പ്ലാന്റിൽ അവര് എന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എക്സ്ട്രാ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റിനെ ചൂസ് ചെയ്യുന്നു. അപ്പം അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിസർവ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. അപ്പം റിസർവ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫേം പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫേംസ് എന്ത് ചെയ്യുന്നു, ഒരു എക്സ്ട്രാ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എല്ലായ്പ്പോഴും എന്ത് ചെയ്യും, റിസർവ് ചെയ്ത് കീപ്പ് ചെയ്യുന്നു. അതിനെയാണ് ഇവിടെ വിളിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഒന്നുകൂടെ. ദ റിസർവ് കപ്പാസിറ്റി റെഫേഴ്സ് ടു ദി extra productive capacity that a firm intentionally built into its plan or set up beyond the expected average level of output. അപ്പം അവിടെ ഉണ്ടാകാവുന്ന ആവറേജ് എക്സ്പെക്ടഡ് സെയിൽസിനേക്കാളും ഒരു അഡീഷണൽ ഔട്ട്പുട്ടോടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും എല്ലായ്പ്പോഴും ചൂസ് ചെയ്യുക. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, റിസർവ് കപ്പാസിറ്റി എന്ന് വിളിക്കുക ഒരു ഫേമിന്റെ. അപ്പം എന്തുകൊണ്ടാണ് റിസർവ് കപ്പാസിറ്റി, അല്ലെങ്കിൽ എന്തൊക്കെ റീസൺ കൊണ്ടാണ് ഫേംസ് എല്ലായ്പ്പോഴും പ്ലാൻ ചെയ്യുന്ന സമയത്ത് റിസർവ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഹാൻഡിലിംഗ് സീസണൽ ഓർ സൈക്ലിക്കൽ ഡിമാൻഡ് ഫ്ലക്ച്വേഷൻ, പെർഫോമിംഗ് മെയിൻ്റെനൻസ് ഓർ റിപ്പയർ വർക്ക് വിത്തൗട്ട് ഹെൽത്തിങ് പ്രൊഡക്ഷൻ, ഫ്ലെക്സിബിലിറ്റി ഇൻ സ്കെയിലിംഗ് അപ്പ് പ്രൊഡക്ഷൻ, ബൈയിങ് സ്പെസിഫിക് മിഷനറി ആൻഡ് ദെൻ സ്പെഷ്യലൈസ്ഡ് മിഷനറി, അലോവിംഗ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ. അപ്പം ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഫേംസ് പലപ്പോഴും റിസർവ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവരുടെ ഫേംസിൽ ശ്രമിക്കുക.
Thus, firm choose not just the lowest cost equipment today, but the plan that offer maximum future flexibility. അപ്പൊ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ റിസർവ് കപ്പാസിറ്റിയുടെ ബേസിക്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റിസർവ് കപ്പാസിറ്റിയുടെ പുറകിലുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മോട്ടീവ് എന്ന് പറയുന്നത് ഫേംസിനെ അപേക്ഷിച്ച് എന്താണ്, അവർക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകുക എന്നാണ്. അവരുടെ പ്രൊഡക്ഷനിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയാണ്. Under these conditions, the AFC curve would look like the shown in the figure. അപ്പം ഇവിടെ ഈ റിസർവ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിന്റെ ഷേപ്പിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് എന്താണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഒരു ഏതാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് ആണെന്നാണ് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മോഡേൺ തിയറിയിലേക്ക് വന്നപ്പോൾ അതിനെന്താണ്, ഈ റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ നോക്കുക, ഇവിടെ രണ്ട് ബൗണ്ടറീസ് പറഞ്ഞിട്ടുണ്ട്. അതായത് x1 എന്ന് പറയുന്ന ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ടും x2 എന്ന് പറയുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ടും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ x1 തൊട്ട് x2 വരെ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റിയും അതിനുശേഷം AB എന്ന് പറയുന്ന മറ്റൊരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഇതിനോട് അഡീഷണൽ ആയിട്ട് വെച്ചിരിക്കുന്നതും കാണാം. ഇപ്പൊ എന്തിനാണ് ഇതുണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ഇങ്ങനെ ഒരു ഷേപ്പ്, അതായത് ഇതിന്റെ ഷേപ്പ് എന്ത് തന്നെയാണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഡിസ്കണ്ടിന്യൂറ്റി എന്നുള്ളത് നമ്മൾ കാണാം. The firm has some largest capacity unit of machinery which set an absolute limit to the short run expansion of output. അപ്പം ഈ ഫേമിന് ഷോർട്ട് റണ്ണിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് എത്രയാ, x2 എന്ന് പറയുന്നത് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് രണ്ട് ബൗണ്ടറി, x1 എന്നൊരു ഔട്ട്പുട്ടും ഉണ്ട്, x2 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടും ഉണ്ട്. അപ്പം ഒരു ഫോമിന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന, ഈ പറയുന്ന ഷോർട്ട് റണ്ണിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് x2 ആണ്. Then the firm also a small unit machinery which can set a limit to the expansion. Boundary 1 is not an absolute boundary because the firm can increase its output in the short run until it is encountered. അതുപോലെ തന്നെ ഏതാണ്, ഒരു അബ്സല്യൂട്ട് ബൗണ്ടറിയും ഒരു ഏതാണ് സ്മോൾ ബൗണ്ടറി ഉണ്ട്. അതായത് ഏറ്റവും സ്മോൾ ബൗണ്ടറി, അതായത് ഏറ്റവും മിനിമം എത്രയാണ്, x1 എന്ന് പറയുന്നതാണ്. മാക്സിമം അബ്സല്യൂട്ട്ലി പറ്റുന്നത് x2 ആണ്. അപ്പൊ ഇവിടെ പറയുന്ന രണ്ട് കൈൻഡ് ഓഫ് മെഷീനറി ഉണ്ട്. അതായത് സ്മോൾ യൂണിറ്റ് ഓഫ് മെഷീനറീസ് യൂസ് ചെയ്ത് ഇവിടെ എന്താണ് x1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ഇനി കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എവിടം വരെ എക്സ്പാൻഡ് ചെയ്യാം, x2 വരെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഒരു ഫേമിന് അവരുടെ ഔട്ട്പുട്ടിനെ റൈസ് ചെയ്യണമെങ്കിൽ, നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ അവരുടെ ഔട്ട്പുട്ടിനെ റൈസ് ചെയ്യണമെങ്കിൽ അവർക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ വേരിയബിൾ ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. അപ്പൊ യൂഷ്വൽ കേസസിൽ ഷോർട്ട് റണ്ണിൽ എന്താ സംഭവിക്കുക, ഈ വേരിയബിൾ ഫാക്ടേഴ്സിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട്. ഇനി അതല്ലെങ്കിൽ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ എന്താണോ അഡീഷണൽ സ്മോൾ യൂണിറ്റ് ഓഫ് ടൈപ്പ് മെഷീനറീസും കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, x1 ന്ന് x2 വരെ അവർക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കൂട്ടാം. അതായത് x1 ന്ന് x2 വരെ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ ഫേംസിന് രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്നെങ്കിൽ അവർക്ക് വേരിയബിൾ ഫാക്ടേഴ്സിനെ മാത്രം ഇൻക്രീസ് ചെയ്തുകൊണ്ട് x2 വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ഈ മിഷനറി, നമുക്കറിയാം മിഷനറീസ് എന്ന് പറയുന്നത് യൂഷ്വലി ഫിക്സഡ് ആണ് അല്ലെ, ഫിക്സഡ് ഫാക്ടർ ആണ്. അപ്പൊ ഈ ഫിക്സഡ് ഫാക്ടേഴ്സിനെ എന്താ ഒരു സ്മോൾ യൂണിറ്റ് ചെറിയ രീതിയിലുള്ള മിഷനറീസിനെ ചേഞ്ച് ചെയ്തുകൊണ്ടും x1 ന്ന് x2 വരെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡക്ഷനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പം ഇൻ കേസ് if the first method is chosen, then we have a AFC getting extended beyond 1. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ ഏതാണ്, നമ്മൾ ട്രഡീഷണൽ തിയറി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഈ x1 ന്ന് x2 ആയിട്ട് ഔട്ട്പുട്ട് കൂട്ടാൻ അവർ വേരിയബിൾ ഫാക്ടേഴ്സിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ AFC കർവിന്റെ ഷേപ്പ് എന്താണ്, നമ്മുടെ ട്രഡീഷണൽ തിയറിയിലെ അതേ ഷേപ്പ് തന്നെ. അതായത് AFC എന്ന് പറയുന്ന ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഹൈപ്പർബോളിക് ഷേപ്പ് ആണ്. ഇവിടെ എന്താണ്, വേരിയബിൾ ഫാക്ടേഴ്സിനെയാണ് അവർ ഇൻക്രീസ് ചെയ്തത്. വേരിയബിൾ ഫാക്ടേഴ്സിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ റൈസ് ചെയ്യുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഫിക്സഡ് കോസ്റ്റ് എന്താണ്, മോർ യൂണിറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്, ഈ റെക്ടാങ്കുലർ ഹൈപ്പർബോളിക് ഷേപ്പ് തന്നെ. അതായത് ഈ ഒരു ഭാഗത്തുനിന്ന് ബി വരെയുള്ള രീതിയിലേക്ക് x2 വരെ എന്ത് ചെയ്യുന്നു, ഈ AFC ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഇത് യൂഷ്വൽ ട്രഡീഷണൽ തിയറിയിൽ പറഞ്ഞ അതേ ഷേപ്പ് തന്നെ AFCക്ക് വന്നു. ഇനി അതല്ല, ഇവർ രണ്ടാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു, ഈ സ്മോൾ മിഷനറീസ്, സ്മോൾ യൂണിറ്റ് ഓഫ് മിഷനറീസ് ആഡ് ഓൺ ചെയ്തിട്ട് അല്ലെങ്കിൽ ബൈ ചെയ്തുകൊണ്ട് അവര് x1 ന്ന് x2 ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കും, AFCക്ക് ഒരു ബ്രേക്ക് സംഭവിക്കും. അതായത് x1 ന്ന് AFC AB എന്ന് പറയുന്ന ഈ ഒരു ബ്രേക്ക് പുതിയൊരു കർവിലേക്ക്, അതായത് ഇവരെന്ത് ചെയ്യുന്നു, അഡീഷണൽ ആയിട്ട് ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിൽ വരുന്ന അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റിൽ വരുന്ന സ്മോൾ മിഷനറീസ് ബൈ ചെയ്യുക. അപ്പൊ ഒബ്വിയസ്ലി എന്ത് പറ്റും, കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പം ഇവിടെ AB എന്ന് പറയുന്ന ഏതാണ് ഈ ഒരു കണ്ടിന്യൂറ്റി ആണ് പിന്നീട് വരിക. അപ്പം x1 വരെ വരുന്നു, ദെൻ അതിനുശേഷം ഈ കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റൈസ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, കൂടുന്നതനുസരിച്ച്
X1 X2 ഔട്ട്പുട്ട് വരെ ഇതിനെ എന്ത് ചെയ്യുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പം ഇതാണ് ഈ പറയുന്ന രണ്ടാമത്തെ മെത്തേഡ്. അതായത് ഇവര് ഈ സ്മോൾ അഡീഷണൽ ആയിട്ട് സ്മോൾ യൂണിറ്റ് ഓഫ് മെഷീനറീസ് ബൈ ചെയ്തുകൊണ്ടാണ് ഇവരുടെ ഔട്ട്പുട്ടിനെ റൈസ് ചെയ്യാൻ തുടങ്ങുന്നതെങ്കിൽ ഇവിടെ എന്താണ് AB എന്ന് പറയുന്ന ആ ഒരു പുതിയ ഇൻക്രീസ് സംഭവിക്കുക. അതായത് X1 കോസ്റ്റ് ഒന്ന് സഡൻ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ദെൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അത് പിന്നെയും ഫോളോ ചെയ്യുന്നു. അപ്പം രണ്ട് രീതിയിലാണ് ഇവിടെ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുക. X1 X2 ആയിട്ട് റൈസ് ചെയ്യാൻ, അതായത് ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ അവർ എന്ത് ചെയ്യും, ഒന്നെങ്കിൽ വേരിയബിൾ ഫാക്ടേഴ്സിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവർ ഔട്ട്പുട്ടിനെ ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പൊ AFCയുടെ ഷേപ്പ് എന്താണ്, ഈ പറഞ്ഞ പോലെ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഹൈപ്പർബോളിക് ഷേപ്പ് ആണ്. ഇനി അതല്ല, അവർ സ്മോൾ യൂണിറ്റ് ഓഫ് മെഷീനറീസ് ബൈ ചെയ്തുകൊണ്ടാണ്, അതായത് ഫിക്സഡ് കോസ്റ്റ് അഗെയിൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണെങ്കിൽ ഇവിടുന്ന് ഒരു റൈസ് സംഭവിക്കുന്നു, ദെൻ അഗെയിൻ ഇത് ഫോളോ ചെയ്യുന്നു. അപ്പം AB എന്ന് പറയുന്ന ഈ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാകുന്നു. അപ്പം ഇവിടെയാണ് ഈ പറയുന്ന ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഷേപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഹൈപ്പർബോളിക് ഷേപ്പ് ആണ്. ഏതാണ് ഹൈപ്പർബോളിക് ഷേപ്പ്? റെക്ടാംഗിൾ എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതിൽ ഹൈപ്പർബോളിക് ഷേപ്പ് തന്നെയാണ് AFCക്ക് വരിക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? എന്താണ് ഈ പറയുന്ന രണ്ട് ബൗണ്ടറീസ് എന്നുള്ളത്? അതായത് അവരുടെ ഏതാണ് X1 എന്ന് പറയുന്ന ബൗണ്ടറി ഉണ്ട്, X2 എന്ന് പറയുന്ന ബൗണ്ടറി ഉണ്ട്. X2 ആണ് അബ്സല്യൂട്ട് ബൗണ്ടറി, മാക്സിമം അവർക്ക് ഷോർട്ട് റണ്ണിൽ ചെയ്യാൻ പറ്റുക. പക്ഷെ മിനിമം ഉള്ള ഷോർട്ട് റണ്ണിലെ ഔട്ട്പുട്ട് ഏതാണ്, X1 ആണ്. അപ്പം X1 X2 ആയിട്ട് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ വേരിയബിൾ ഫാക്ടറിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് പറ്റും, അതല്ലെങ്കിൽ അവരുടെ ഫിക്സഡ് ഫാക്ടർ ആയിട്ട് സ്മോൾ മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, അവരുടെ ഔട്ട്പുട്ടിനെ റൈസ് ചെയ്യാം. വേരിയബിൾ ഫാക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ AFC എന്ന് പറയുന്ന കർവ് എന്താണ്, ഈ ഇവിടം തൊട്ട് B വരെ ഉള്ളതാകുന്നു. ഇൻ കേസ് ഇവര് സ്മോൾ യൂണിറ്റ് ഓഫ് മെഷീനറീസ്, അതായത് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ X1 ഇവിടെ കോസ്റ്റ് ഒന്ന് റൈസ് ചെയ്യുന്നു, ദെൻ അഗെയിൻ ഇത് ഫോളോ ചെയ്യുന്നു, AB എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലേക്ക് എത്തുന്നു. അപ്പം ഇതാണ് AFCയുടെ ഷേപ്പ്. അപ്പൊ AFCയിൽ എന്താണ്, ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ സാധിക്കും, രണ്ട് ബൗണ്ടറീസും നമുക്ക് കാണാൻ സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കുറിച്ചാണ്. അപ്പം ആവറേജ് ഫിക്സഡ് കോസ്റ്റിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ കുറിച്ച് വരാം. ആസ് ഇൻ ദ ട്രഡീഷണൽ തിയറി, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഓഫ് മോഡേൺ തിയറി കൺസിസ്റ്റ് ഓഫ് ദി കോസ്റ്റ് ഓഫ് വേരിയബിൾ ഇൻപുട്ട് ലൈക്ക് ലേബർ ആൻഡ് റോ മെറ്റീരിയൽസ്. അപ്പൊ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ, ലേബർ റോ മെറ്റീരിയൽസിന് ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ്. ദ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ് ഇൻ മോഡേൺ തിയറി ഹാസ് എ saucer type shape. That is, it is broadly U-shaped but has a flat stretch over a ranges of output. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ ട്രഡീഷണൽ തിയറി ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ട്രഡീഷണൽ തിയറിയിൽ ഈ പറയുന്ന ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവിന്റെ ഷേപ്പ് എന്താണ്, യു ഷേപ്പ് ആന്ന് പറഞ്ഞു. പക്ഷെ മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്താ, ഇവിടെ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് നിങ്ങൾ കണ്ടോ, അതായത് യു ഷേപ്പ് തന്നെയാണ്, പക്ഷെ ഇതിന്റെ ഈ ബോട്ടം ലെവലില് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ഈ AFC എന്ന് പറയുന്നത് എന്താണ്, ഒരു ബോൾ ഷേപ്പ് ആണ് എവിടെ വരിക, ഷോർട്ട് റൺ മോഡേൺ തിയറി ഓഫ് കോസ്റ്റിൽ വരിക. അപ്പൊ ഷോർട്ട് റൺ മോഡേൺ തിയറി ഓഫ് കോസ്റ്റില് ഇതെന്താണ്, ഒരു ബോൾ ഷേപ്പ് അല്ലെങ്കിൽ സോസർ ടൈപ്പ് ഷേപ്പ് ആണ് വന്നിരിക്കുന്നത്. The flat stretch corresponded to the built-in planned reserve capacity. അപ്പൊ ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് വരാനുള്ള മേജർ റീസൺ ആയിട്ട് മോഡേൺ തിയറി പറയുന്നത് എന്താ, ഈ ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. ഓവർ ദിസ് സ്ട്രെച്ച് ദ ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദി മാർജിനൽ കോസ്റ്റ് ബോത്ത് ബീയിങ് കോൺസ്റ്റന്റ് പെർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പം ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, മാർജിനൽ കോസ്റ്റ് കർവിനെയും കൂടെ കാണിച്ചിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് കർവ് എന്താണ്, നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് കർവ് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ യു ഷേപ്പ് ആണ്, പക്ഷെ നമ്മൾ മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ ഷോർട്ട് റണ്ണിലും മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യു ഷേപ്പ് ആണ്, പക്ഷെ ഒരു സോസർ ടൈപ്പ് ഷേപ്പ് ആണ്. അതായത് നമുക്കറിയാവുന്ന പോലെ നമ്മൾ ട്രഡീഷണൽ തിയറി പഠിക്കുന്ന സമയത്ത് നമ്മൾ മാർജിനൽ കോസ്റ്റ് കർവ് ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കുക, അതായത് മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എന്താണ്, യു ഷേപ്പ് തന്നെയാണ്, പക്ഷെ ഇതെന്ത് ചെയ്യുന്നു, യു ഷേപ്പ് തന്നെയാണ്, പക്ഷെ ആവറേജ് വേരിയബിൾ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റും മിനിമം പോയിന്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തിനെ കാണുന്നു, മാർജിനൽ കോസ്റ്റ് കർവ് മിനിമം പോയിന്റിൽ എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത് നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ എവിടുന്ന് ടച്ച് ചെയ്യുന്നു, ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ എന്താണ് മിനിമം പോയിന്റിൽ കട്ട് ചെയ്താണ് മാർജിനൽ കോസ്റ്റ് മുകളിലേക്ക് പോവാന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാ. അപ്പം ഇവിടെ അതുപോലെ തന്നെ ഏതാണ്, ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഏതായിരിക്കും, മാർജിനൽ കോസ്റ്റ് കർവ് ചെറുതായിരിക്കും. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തായിരിക്കും, മാർജിനൽ കോസ്റ്റ് ആയിരിക്കും
മുകളിലായിട്ട് വരിക. ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ ഇവിടെ എന്താണ് മാർജിനൽ കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും എന്താണ് സെയിം ആണ്. ഈ ഒരു ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി വരുന്ന സമയത്ത് ഇവിടെ എന്താണ് ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും എന്താണ് സെയിം ആണ്. സെയിം ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. രണ്ടും ഈക്വൽ. ആ ഈക്വാലിറ്റി ആണ് ഈ ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റിയിൽ കാണിക്കുക. ഓവർ ദിസ് സ്ട്രെച്ച് the short run average variable cost is equal to the marginal cost, both being constant per unit of output. To the left of the flat stretch, MC lies below the SAVC, while to the right of the flat stretch, the MC rise above the SAVC. അതായത് ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതായത് ലെഫ്റ്റ് സൈഡിൽ ഫ്ലാറ്റ് സ്ട്രെച്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ MC എന്ന് പറയുന്നത് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും താഴെ, റൈറ്റ് സൈഡില് ഈ പറയുന്ന ഫ്ലാറ്റ് സ്ട്രെച്ചിന്റെ റൈറ്റ് സൈഡില് MC എന്ന് പറയുന്നത് എന്താണ് ആവറേജ് വേരിയബിൾ കോസ്റ്റിനേക്കാളും മുകളിലായിരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം ഇവിടെ ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് വരാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ് ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ആണ്. ആ ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ആണ് ഇതിനുള്ള മേജർ റീസൺ ആയിട്ട് പറയാം. The falling apart of the short run average variable cost shows the reduction in the cost due to the better utilization of fixed factors and the consequent increase in the skill and productivity of the variable factor. With better skill, the waste in raw materials are also being reduced and a better utilization of the whole plant is reached. The flat stretch in the short run average variable cost is due to the presence of reserve capacity. It may be important to take note on features that the reserve capacity is planned in order to give the maximum flexibility in the operation of the firm. It is different from excess capacity, which rises with the U-shaped cost of the traditional theory of cost. അപ്പൊ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടു ഇവിടെ എന്താണ് ഈ സ്ട്രെച്ച് വരുന്നത്, ഫ്ലാറ്റ് സ്ട്രെച്ച് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ എന്താന്നാ പറഞ്ഞത്, നമ്മൾ ഈ പറയുന്ന ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ട് പോവാണ്, ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിലേക്ക് ഒന്ന് തിരിച്ചു പോവാണ്. ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിൽ നമുക്ക് അറിയാവുന്ന പോലെ അത് യു ഷേപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ യു ഷേപ്പ് ട്രഡീഷണൽ കോസ്റ്റ് തിയറിക്ക് അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ എക്സസ് കപ്പാസിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് വരാം. ബൈ ഡെഫിനിഷൻ എക്സസ് കപ്പാസിറ്റി, അതായത് ട്രഡീഷണൽ തിയറിയിൽ നമ്മൾ സംസാരിച്ച ഈ എക്സസ് കപ്പാസിറ്റിയും ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റിയും രണ്ടും ഡിഫറെന്റ് ആണ്. ഇത് രണ്ടും ഒരിക്കലും ഒന്നല്ലെന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതായത് ട്രഡീഷണൽ തിയറിയിലാണ് നമുക്ക് എന്തുള്ളത്, ഈ പറയുന്ന എക്സസ് കപ്പാസിറ്റി ഉള്ളത്. പക്ഷെ മോഡേൺ തിയറിയിൽ ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് വരാനുള്ള റീസൺ എന്താണ്, ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി ആണ്. അപ്പൊ എന്താണ് എക്സസ് കപ്പാസിറ്റി, എന്താണ് ബിൽറ്റ് ഇൻ റിസർവ് കപ്പാസിറ്റി എന്നുള്ള അടുത്ത് കാണാം. ബൈ ഡെഫിനിഷൻ എക്സസ് കപ്പാസിറ്റി ഈസ് ഗിവൺ ബൈ ദി ഡിഫറൻസ് ഇൻ ദി ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ടു ദി മിനിമം ലെവൽ ഓഫ് ആവറേജ് കോസ്റ്റ് കർവ് and any other point on the average cost curve to the left of the minimum point. This is shown in the panel A of the following figure. അപ്പൊ ഇവിടെ രണ്ട് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവുകളെ കുറെ കാണിച്ചിരിക്കുന്നത്. അതായത് ഇത് ട്രഡീഷണൽ തിയറിയില് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കാണിച്ചിരിക്കുന്ന ട്രഡീഷണൽ തിയറിയിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ഏതാണ്, മോഡേൺ തിയറിയിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ രണ്ടും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിൽ യു ഷേപ്പ് ആണ് ഇവിടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് വന്നിരിക്കുന്നത്. മോഡേൺ തിയറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ എന്താണ്, ഒരു സോസർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബോൾ ഷേപ്പ് ടൈപ്പാണ് വന്നിരിക്കുന്നത്. അതായത് നമുക്കറിയാം ട്രഡീഷണൽ തിയറിയിൽ ഇവിടുത്തെ ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്ന XM ആണ്. അതായത് ഒപ്റ്റിമം ഔട്ട്പുട്ട്, അതായത് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഏറ്റവും മിനിമത്തിലാകുന്ന പോയിന്റിലാണ് അവിടുത്തെ ഒപ്റ്റിമം സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റ് ഏറ്റവും മിനിമത്തിലാകുന്നതാണ് അവിടുത്തെ ഒപ്റ്റിമം സൈസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഒപ്റ്റിമം സൈസ് ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് XM ആണ്. അപ്പം ഈ XMന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള XMന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, അതായത് ഇവിടെ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്താൽ എഗെയിൻ ആ ഫേമിന് എന്താ XM വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു എക്സസ് കപ്പാസിറ്റി അവിടെ ഉണ്ട്. ഓക്കെ, ഈ എക്സസ് കപ്പാസിറ്റി, ഇതിനെയാണ് എക്സസ് കപ്പാസിറ്റി എന്ന് പറയാം. പക്ഷെ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആ റേഞ്ച് ഓഫ് ഔട്ട്പുട്ടിൽ ഇവിടുത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും കമ്പയർഡ് ടു XM. ഇപ്പൊ XM എന്ന് പറയുന്നതാണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട്. അതിന്റെ കാരണം എന്താണ്, അവിടുത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം ആണ്. ഇനി ഈ മോസ്റ്റ് എഫിഷ്യന്റ് ഔട്ട്പുട്ടിന്റെ അല്ലെങ്കിൽ ഏറ്റവും ലീസ്റ്റ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് വരുന്ന ഔട്ട്പുട്ടിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന ഏത് ലെവൽ ഓഫ് ഔട്ട്പുട്ടിനെയുമാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. എക്സസ് കപ്പാസിറ്റി അവിടെ എക്സിസ്റ്റ് ചെയ്യുക. കാരണം എന്താ, XC എന്ന് വേണമെങ്കിൽ XM വരെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫോമിനുണ്ട്.
ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റോ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റോ ഹൈ ആയിരിക്കും കമ്പയർഡ് ടു എക്സ് എം എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ മേജർ ഡിഫറൻസ് എക്സസ് കപ്പാസിറ്റി റിസർവ് കപ്പാസിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ഈ പറയുന്നത്. അതാ ഇവിടെ പറയുന്നത്. എന്താണ് എക്സസ് കപ്പാസിറ്റി എന്നുള്ളത് പറയുന്നത്? എക്സസ് കപ്പാസിറ്റി ഒരിക്കലും ഫേംസ് പ്ലാൻ ചെയ്യുന്നതല്ല. ദ ട്രഡീഷണൽ തിയറി അസ്യൂം ദാറ്റ് ഈച്ച് പ്ലാൻ ഈസ് ഡിസൈൻ വിത്തൗട്ട് എനി ഫ്ലെക്സിബിലിറ്റി. അപ്പൊ ട്രഡീഷണൽ തിയറിയിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന കാര്യമേ ഇല്ല. ഒരു ഫേമും അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ സൈസ് അല്ല ഉണ്ടാക്കുക. അവർക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട്പുട്ട് കാണും. അതിലായിരിക്കും അവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റോ അല്ലെങ്കിൽ ആവറേജ് കോസ്റ്റോ മിനിമം ആയിട്ടുണ്ടാകുന്നത്. അവിടെ ഫ്ലെക്സിബിലിറ്റി ഇല്ല. Then that is, it is designed to produce optimally only a single level of output as shown in the panel. അപ്പൊ നമ്മൾ ഇവിടെ കണ്ട പോലെ ഈ XM ആണ് അവരുടെ ഏതാണ് സിംഗിൾ, അതായത് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടുള്ള സിംഗിൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാ, ഈ XM ആണ്. Then if the firm produces an output X which is less than X1, there is a excess capacity equal to the difference between XM minus X. This excess capacity is undesirable because it lead to the higher cost. അപ്പം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ XM എന്ന് പറയുന്നതാണ് ഒപ്റ്റിമം ഔട്ട്പുട്ട്. ഈ ഒപ്റ്റിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന അനുസരിച്ചാണ് അവർ പ്ലാന്റ് ബിൽഡ് ചെയ്യത്തുള്ളൂ. ഇനി ഈ XM പ്രൊഡ്യൂസ് ചെയ്യാതെ അവർ X പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ഇത് തമ്മിലുള്ള ഈ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അല്ലെങ്കിൽ ഈ ഗ്യാപ്പിനെയാണ് അവരുടെ എക്സസ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. പക്ഷെ എക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫേമിനുള്ള ഒരു അൺഡിസൈറബിലിറ്റി എന്താണ്, ഇവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഹൈ ആണ് വരിക. അപ്പൊ അത് ഒരിക്കലും നമുക്കൊരു ഡിസൈറബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് എക്സിനെ പറയാൻ പറ്റത്തില്ല. ഇവരുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് XM തന്നെയാണ്. ഇനി നമ്മൾ എങ്ങോട്ട് വരുന്നു, റിസർവ് കപ്പാസിറ്റിയിലേക്ക് വരുന്നു. എന്താണ് റിസർവ് കപ്പാസിറ്റി? ഇൻ ദ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, the range of output X1 and X2 is panel B on figure reflect the planned reserve capacity which does not lead to increase in the cost. അതാണ് വളരെ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ മോഡേൺ തിയറിയിൽ എന്താണ്, ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് ഇവിടെ ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് വരുന്നുണ്ട്. ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് എന്താ സംഭവിക്കുക, ഫേംസ് അവരുടെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ പ്ലാൻ ചെയ്ത് അവിടെ മാറ്റി വെക്കുന്ന ഒരു സർട്ടൻ റേഞ്ച് ആണ്, അല്ലെങ്കിൽ ഒരു സർട്ടൻ എക്സസ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിയാണ്. എന്തിനു വേണ്ടിയാണ്? ഈ പറയുന്ന പല രീതിയിലുള്ള ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്ന സമയത്തും അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്, അവര് പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷെ എക്സസ് കപ്പാസിറ്റി ഒരിക്കലും ഫേം പ്ലാൻ ചെയ്യുന്നതല്ല. പക്ഷെ റിസർവ് കപ്പാസിറ്റി ഫേംസ് പ്ലാൻ ചെയ്ത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഈ X1 പ്രൊഡ്യൂസ് ചെയ്താലും X2 പ്രൊഡ്യൂസ് ചെയ്താലും അവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതിന് ചേഞ്ച് വരുന്നില്ല. പക്ഷെ ഇവിടെ എക്സും XM തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു, എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ടിലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഹൈ ആണ് കമ്പാരിറ്റീവ്ലി XM-നെ അപേക്ഷിച്ച്. പക്ഷെ ഇവിടെ X1 ആയാലും X2 ആയാലും ഇവിടുത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് സെയിം ആണ്. അവർക്ക് കോസ്റ്റില് ചേഞ്ച് വരുന്നില്ല. അപ്പം ഇവിടുത്തെ ഈ എക്സസ് കപ്പാസിറ്റി ഇവർക്ക് എന്താണ്, ഹയർ കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ റിസർവ് കപ്പാസിറ്റി അവിടെ ഹയർ കോസ്റ്റ് ഉണ്ടാക്കുന്നില്ല. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. The firm sometimes choose to operate the plant closer to X1 and at other closer to X2. Generally, the entrepreneur expect to operate her plant within the X1 and X2 range. അപ്പൊ ഈ X1 or X2 റേഞ്ചിലായിരിക്കും അവർ പ്രൊഡക്ഷൻ നടക്കുക. ഡിമാൻഡ് കുറവാണെങ്കിൽ അവർ എന്ത് ചെയ്യും, X1 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഡിമാൻഡ് കൂടിയാലും അവർക്ക് എന്ത് ചെയ്യാം, X2 വരെ ഔട്ട്പുട്ടിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഒരു ചേഞ്ചും വരാതെ തന്നെ അവർക്ക് X2 വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയാണോ, എക്സ് പ്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്, XM പ്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് ആവറേജ് വേരിയബിൾ കോസ്റ്റ് കുറവാണ്. അപ്പം എക്സസ് കപ്പാസിറ്റിയും അതുപോലെ തന്നെ ഈ റിസർവ് കപ്പാസിറ്റിയും തമ്മിലുള്ള മേജർ ഡിഫറൻസ് അറിഞ്ഞിരിക്കുക. ട്രഡീഷണൽ തിയറിയിലാണ് നമ്മൾ എക്സസ് കപ്പാസിറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇനി മോണോപോളി പഠിക്കുന്ന സമയത്ത് നമ്മൾ അത് കാണും. പക്ഷെ മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, റിസർവ് കപ്പാസിറ്റി ഉണ്ട്. എക്സസ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്, അവരുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് യു ഷേപ്പ് ആണ്. ഇനി റിസർവ് കപ്പാസിറ്റി ആണെങ്കിൽ അവിടുത്തെ ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ ഷേപ്പ് എന്താണ്, ഒരു സോസർ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ബോൾ ടൈപ്പ് ഷേപ്പ് ആണ് ഈ പറയുന്ന കോസ്റ്റ് കർവിന് വരിക. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് കൃത്യമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഒന്നുകൂടി ഒന്ന് സ്ലോലി നിങ്ങൾ ഈ പറയുന്ന ഓരോ PPTs ഒന്ന് സ്ലോലി വായിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കണ്ടു, ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടു. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ കുറിച്ചാണ്. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഷോർട്ട് റൺ കോസ്റ്റ് തിയറിയിൽ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെ?
അപ്പം ഇവിടെ ഇതിനു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അനുസരിച്ച് ABC ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സോസർ ടൈപ്പ് ഷേപ്പ് അല്ലെങ്കിൽ എന്താണ് ഒരു ബൗൾ ഷേപ്പ് ആണെന്നുള്ള ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇതിനോട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഈ ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് വേരിയബിൾ കോസ്റ്റിനെയാണ് സോസർ ടൈപ്പ് ഷേപ്പ് അല്ലെങ്കിൽ ബൗൾ ഷേപ്പ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മൾ മാർജിനൽ കോസ്റ്റ് കർവിന്റെ കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. മാർജിനൽ കോസ്റ്റ് കർവ് ഇനിഷ്യലി എന്താണ്? ഈ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് താഴെയാണ്. ദെൻ അതിനുശേഷം ആവറേജ് വേരിയബിൾ കോസ്റ്റിന്റെ മുകളിൽ എത്തുന്നു. ഏതാണ്? എക്സസ് കപ്പാസിറ്റിക്ക് ശേഷം. ദെൻ ആവറേജ് ഫിക്സഡ് കോസ്റ്റിന്റെ ഷേപ്പ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഹൈപ്പർബോളിക് ഷേപ്പ് ആണെന്നുള്ളതും കണ്ടതാണ്. ഇനി ഇവിടെയാണ് നമ്മൾ എന്തിനെ കൊണ്ടുവരുന്ന ആവറേജ് ടോട്ടൽ കോസ്റ്റിനെ. അതായത് ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇനിഷ്യലി ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്ന അനുസരിച്ച് ഫോൾ ചെയ്യുന്നു. ഫോൾ ചെയ്ത് എന്ത് ചെയ്യുന്നു? ഈ റിസർവ് കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് ഈ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത്? ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ, അതായത് ഈ X2 എന്ന് പറയുന്ന ഔട്ട്പുട്ടിലാണ് ഇവിടെ റിസർവ് കപ്പാസിറ്റി ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ റിസർവ് കപ്പാസിറ്റിയുടെ മാക്സിമം എത്തുക. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ്, അതായത് ഷോർട്ട് റൺ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങുന്നത്. അവിടെയാണ് മാർജിനൽ കോസ്റ്റ് കർവുമായിട്ട് ഇതിന് എന്ത് ചെയ്യുന്നത്? ഇന്ററാക്ഷൻ വരുന്നതും. അപ്പം ഈ ഷോർട്ട് റണ്ണില് നമ്മൾ പറഞ്ഞ പോലെ ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഒരു ഹൈപ്പർബോളിക് ഷേപ്പ് ആണ്. ദെൻ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സോസർ ടൈപ്പ് ആണ്, അല്ലെങ്കിൽ സോസർ ടൈപ്പ് ഷേപ്പ് ആണ്, അല്ലെങ്കിൽ ബൗൾ ഷേപ്പ് ആണ്. ദെൻ മാർജിനൽ കോസ്റ്റിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് യു ഷേപ്പ് തന്നെയാണ്. ഈ യു ഷേപ്പിൽ തന്നെ എന്താണ്? ഈ റിസർവ് കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നാണ് ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് റൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് fall continuously up to the level of output at which the reserve capacity is exhausted. Beyond that level, ATC will start rising. The MC will intersect the ATC curve at its minimum point. അപ്പം ഈ പറയുന്ന ATC അല്ലെങ്കിൽ ഈ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവ് മാർജിനൽ കോസ്റ്റ് കർവുമായിട്ട് ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെയാണ്? ഈ റിസർവ് കപ്പാസിറ്റി എക്സോസ്റ്റ് ആകുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ്. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലായിരിക്കും ഈ ATCയും MC-യും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പം ഇതോടെ നമ്മൾ ഏതാണ്? ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾ എല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പം മോഡേൺ തിയറിയിൽ ഏതാണ്? ആവറേജ് ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കണ്ടു. അതിന്റെ ഷേപ്പ് നമ്മൾ ട്രഡീഷണൽ തിയറിയെ പോലെ തന്നെ എന്താണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണെന്ന് നമ്മൾ കണ്ടു. പിന്നെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്ന്, രണ്ട് ബൗണ്ടറീസിനിടയ്ക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ഷോർട്ട് റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് സോസർ ടൈപ്പ് അല്ലെങ്കിൽ ബൗൾ ഷേപ്പ് ആണെന്ന് നമ്മൾ വിളിച്ചു. അതിനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ പറഞ്ഞ റിസർവ് കപ്പാസിറ്റി ആണെന്ന് പറഞ്ഞു. മാർജിനൽ കോസ്റ്റിനെ നമ്മൾ കണ്ടു. ദെൻ അതുപോലെ തന്നെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കർവിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനെന്താണ്? യു ഷേപ്പ് തന്നെയാണ് ഷോർട്ട് റണ്ണിൽ വരിക. പക്ഷെ ഇനി ലോങ് റണ്ണിലേക്ക് വരുമ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നുണ്ട്. അതാണ് നമുക്കിനി കാണേണ്ടത്. ഈ ആവറേജ് കോസ്റ്റ് കർവിന്റെ ലോങ് റൺ ഷേപ്പ് എന്ന് പറയുന്നത് എൽ ഷേപ്പ് ആണെന്നുള്ളതാണ് ഈ മോഡേൺ തിയറിയിൽ നമ്മൾ കാണുക. അപ്പൊ ലോങ് റണ്ണിലെ കോസ്റ്റ് കർവിലേക്ക് നമ്മൾ പോവാണ്. അപ്പൊ ഷോർട്ട് റൺ ആണ് മോഡേൺ തിയറിയിലെ ഷോർട്ട് റൺ കർവുകളാണ് ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ലോങ് റണ്ണിലേക്ക് വരുന്നു. All the costs are variable in the long run and they give rise to a long run cost curve which is roughly L-shaped. The empirical evidence about the long run average cost curve reveals that the long run average cost curve is L-shaped rather than U-shaped. അപ്പം മോഡേൺ തിയറിയിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അഡീഷൻ എന്താണ്? ഈ പറയുന്ന ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്തല്ല? യു ഷേപ്പ് അല്ല, അത് എൽ ഷേപ്പ് ആണ്. In the beginning, the long-term average cost curve rapidly fall, but after a point, the curve remain flat or may slope gently downward at its right handed. അതായത് എന്താണ്? ഇനിഷ്യലി LIC അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവ് എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്യുന്നു. ദെൻ അത് എന്ത് ചെയ്യുന്നു? ഫോൾ ചെയ്തതിന് ശേഷം അതൊരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് ഡൗൺവേർഡ് സ്മൂത്ത്ലി എന്ത് ചെയ്യുന്നു? ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിനെ ഇവിടെ പറയുന്നത് ഇൻ ദ ബിഗിനിങ് long-term average cost curve rapidly fall, but after a point, the curve remain flat or may slope gently downward at its right hand end. അപ്പൊ റൈറ്റ് ഹാൻഡ് എൻഡിൽ എന്ത് ചെയ്യുന്നു? ഫ്ലാറ്റ് ആയിട്ട് മാറുകയാണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ടാവുക. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഏതാണ്? ഒരു എൽ ഷേപ്പ് വരിക എന്നുള്ളത്, ഒരു യു ഷേപ്പ് അല്ലാതെ ഒരു എൽ ഷേപ്പിലേക്ക് എത്തുന്നത്.
the production cost fall continuously with increase in the output. At very large scale of output, managerial costs may rise, but the fall in the production cost more than the offsets the increase in the managerial cost, so that the total long-term average cost fall with an increase in the scale. The economists have assigned the following reason for the L shape of the long term average cost. അതായത് എന്തുകൊണ്ടാണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന് ഒരു എൽ ഷേപ്പ് വരിക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ് പ്രൊഡക്ഷൻ കോസ്റ്റും അതുപോലെ തന്നെ മാനേജീരിയൽ കോസ്റ്റും. പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടിന്യൂസ്ലി ഫാലോ ചെയ്യുന്നു. നമ്മൾ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷൻ ലോങ് ടേണിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാനേജീരിയൽ കോസ്റ്റ് പലപ്പോഴും ഇൻക്രീസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ട്രഡീഷണൽ കോസ്റ്റ് തിയറിയിൽ ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് യു ഷേപ്പ് അല്ലെങ്കിൽ ഈ പോസിറ്റീവ്ലി സ്ലോപ്ഡ് പോർഷൻ വരാനുള്ള റീസൺ ആയിട്ട് കാണിക്കുന്ന ഈ മാനേജീരിയൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. പക്ഷെ മോഡേൺ തിയറിയിൽ പറയുന്നത് എന്താണ്? ഈ മാനേജീരിയൽ കോസ്റ്റ് ഉണ്ടാകുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസിനേക്കാളും ചെറുതാണ്. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഡിക്രീസ് ആണ് ഗ്രേറ്റർ ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റിൽ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് എന്താണ്? ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ അത് ഇൻക്രീസ് ചെയ്യത്തില്ല, അത് ഡിക്രീസ് തന്നെയാണ് ചെയ്യുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ എൽ ഷേപ്പ് വരാനുള്ള റീസൺസ് നമ്മൾ ഇനി കാണേണ്ടത്. ഫസ്റ്റ് റീസൺ പറയുന്നത് ഈ പ്രൊഡക്ഷൻ ആൻഡ് മാനേജീരിയൽ കോസ്റ്റ് ആണ്. അപ്പൊ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ് എന്താണെന്ന് നോക്കാം. If production costs fall sharply at first due to technical economies of scale, അപ്പൊ നമ്മൾ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ടെക്നോളജിക്കൽ എഫിഷ്യൻസി കാര്യങ്ങൾ വരുന്ന കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഫോൾ ചെയ്യും. ആഫ്റ്റർ എ പോയിന്റ് gains from scale taper off but still persistent due to decentralization, better labor productivity, lower repair costs at larger scales, ഇൻഹൗസ് പ്രൊഡക്ഷൻ ഓഫ് ഇൻപുട്ട്. അതായത് ഈ പറയുന്ന പ്രൊഡക്ഷൻ റൈസ് ചെയ്യുന്നതനുസരിച്ച് മേ ബി പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഡിക്രീസ് ഫോൾ ചെയ്യാം. പക്ഷെ സ്റ്റിൽ ഈ പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ത് ചെയ്യുന്നു? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. എക്കോണമീസ് ഓഫ് സ്കെയിൽ അവിടെ ഒരിക്കലും ഇല്ലാതാകത്തില്ല. അതിനുള്ള റീസൺ ആയിട്ട് പറയുന്നത് എന്താണ്? ഡീസെൻട്രലൈസേഷൻ കൂടുതൽ എഫിഷ്യന്റ് ആവും, ലേബർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ റിപ്പയർ കോസ്റ്റുകൾ റെഡ്യൂസ് ചെയ്യും, ദെൻ ഇൻഹൗസ് ഇൻപുട്ടുകൾ ഇൻഹൗസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്ന ഇങ്ങനെയൊക്കെ കാരണങ്ങൾ കൊണ്ട് എല്ലായ്പ്പോഴും ഈ ടെക്നിക്കൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ത് ചെയ്യുന്നു? അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അതിന്റെ ഇനീഷ്യലി ഉണ്ടാകുന്ന അത്രയും ഉണ്ടായില്ലെന്ന് വരാം, പക്ഷെ സ്റ്റിൽ പ്രൊഡക്ഷൻ റൈസ് ചെയ്യുന്നതനുസരിച്ച് ഈ പറയുന്ന ടെക്നോളജിക്കൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് അവിടെ എല്ലായ്പ്പോഴും എക്സിസ്റ്റ്, അത് ഇല്ലാതാകുന്നില്ല. ട്രഡീഷണൽ തിയറിയിൽ ഈ എക്കോണമീസ് ഓഫ് സ്കെയിൽ അതായത് കോസ്റ്റ് അഡ്വാൻറ്റേജസ് മൊത്തത്തിൽ ഇല്ലാതാകും ഒരു സെർട്ടൈൻ പോയിന്റിന് ശേഷം എന്നാണ് ട്രഡീഷണൽ തിയറി പറയുക. പക്ഷെ മോഡേൺ തിയറിയിൽ പറയുന്നത് അങ്ങനെയല്ല. ഇതിന്റെ അളവ് കുറയാം, ഇത് വീക്ക് ആകാം, പക്ഷെ അവിടെ മുഴുവനായിട്ട് ഈ പറയുന്ന എക്കോണമീസ് ഓഫ് സ്കെയിൽ ഇല്ലാതാകുന്നില്ല. ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ മാത്രം ആകുന്നില്ല, അവിടെ എക്കോണമീസ് ഓഫ് സ്കെയിലും ഒരു സെർട്ടൈൻ റേഞ്ചിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇനി മാനേജീരിയൽ കോസ്റ്റ് ഇനിഷ്യലി ഫോൾ ഡ്യൂ ടു ദി ബെറ്റർ മാനേജ്മെന്റ് പ്രാക്ടീസസ്, may rise slowly at very large scale due to the coordination issues, but rise is less than the fall in the production cost, so total cost still decrease. അപ്പൊ മാനേജീരിയൽ കോസ്റ്റ് എന്ന് പറയുന്ന ഇനിഷ്യലി എന്ത് ചെയ്യും? ഔട്ട്പുട്ട് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് ഫോളോ ചെയ്യും. ഒരു സെർട്ടൈൻ റേഞ്ചിന് ശേഷം ഈ പറയുന്ന കോർഡിനേഷൻ ഇഷ്യൂസ് മൂലം മാനേജീരിയൽ കോസ്റ്റ് റൈസ് ചെയ്യും. അതുകൊണ്ടാണ് ആവറേജ് കോസ്റ്റ് കർവ് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആകുന്നത്, മുകളിലേക്ക് പോകുന്നതെന്നാണ് ട്രഡീഷണൽ തിയറിയിൽ പറയാം. പക്ഷേ ഇവിടെ മോഡേൺ തിയറിയിൽ പറയുന്നത് എന്താണ്? ഈ പറയുന്ന മാനേജീരിയൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന റൈസ് പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഫോളിനേക്കാളും ലെസ് ആണ്. അതുകൊണ്ട് തന്നെ ടോട്ടൽ കോസ്റ്റിൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് സ്റ്റിൽ റെഡ്യൂസേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ എൽ ഷേപ്പ് വരാൻ, ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് വരാനുള്ള റീസൺ ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക, പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, മാനേജീരിയൽ കോസ്റ്റ് ഉണ്ട്. പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മോർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നടക്കും, ലോവർ പ്രൊഡക്ടിവിറ്റി കൂടുന്നതുകൊണ്ട് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നു. മാനേജീരിയൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്ന അനുസരിച്ച് ചില കോസ്റ്റുകൾ ഇൻക്രീസ് ചെയ്യും. അപ്പം ഈ ഇൻക്രീസ് ചെയ്യുന്ന കോസ്റ്റിനേക്കാളും ഈ ഫോൾ ആണ് കൂടുതൽ, പ്രൊഡക്ഷൻ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഫോൾ ആണ്. അതുകൊണ്ട് ടോട്ടൽ കോസ്റ്റ് അവിടെ എന്തായിരിക്കും? സ്റ്റിൽ റെഡ്യൂസ് ചെയ്യുകയാണ് സംഭവിക്കാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം, നമ്മൾ
ട്രഡീഷണൽ തിയറിയിൽ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ നമ്മൾ ബിൽഡ് ചെയ്ത എന്താ എങ്ങനെയാണ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഏതാണ് പ്ലാൻ സൈസിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് പ്ലാൻ സൈസുകളുള്ള ഏതാണ് പല പീരീഡുകളെ നമ്മൾ മീഡിയം സൈസ്, സ്മോൾ സൈസ്, ലാർജ് സൈസ് അങ്ങനെയുള്ള ഡിഫറെന്റ് പ്ലാന്റുകളുടെ ആവറേജ് കോസ്റ്റ് കർവുകളുടെ മിനിമം പോയിന്റുകളെ എൻവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ മോഡേൺ തിയറിയിൽ പറയുന്നത് ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് കർവുകൾ, ഇവിടെ 3 ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് കർവുകളെ കാണിച്ചിട്ടുണ്ട്. SAC, SAC2, SAC3. അപ്പൊ 3 കാണും. ഈ 3ന്റെയും ഏതാണ് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റുകളെ കട്ട് ചെയ്തുകൊണ്ടാണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് പോയിരിക്കുന്നത്. അതായത് ഇവിടെ 3 പ്ലാൻ സൈസുകളാണ്, SAC1, SAC2, SAC3. അപ്പം ഇതെന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഏതാണ് പ്ലാൻ സൈസിലുള്ള ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് കർവുകളെ കാണിച്ചിരിക്കുന്നത്. ഇത് ലോങ് ടേം ആവറേജ്, ഇതിന്റെ ഓരോ പ്ലാൻ സൈസിന്റെയും ഒപ്റ്റിമം പോയിന്റുകളെ കട്ട് ചെയ്തുകൊണ്ട്, അതായത് മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടുകളെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈച്ച് SAC curve include production cost, managerial cost, other fixed cost and a margin for normal profit. Each scale of plan is subjected to typically load factor capacity so that the point A, B, C represent the minimum optimal scale of output of the each plan. By joining all the points as A, B, C of the large number of SACs, we trace out the smooth and a continuous long-term average cost curve as shown in the figure. It does not envelop the short-term average cost curve, but intersect them at the optimum level of output of each plant. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ, ഈ പറയുന്ന ഷോർട്ട് ടേം ആവറേജ് കോസ്റ്റ് കർവുകളുടെ ഒപ്റ്റിമം പോയിന്റുകളെ ഇന്റർസെക്ട് ചെയ്തുകൊണ്ടാണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പഠിച്ച പോലെ ഇവിടുത്തെ ഏറ്റവും മിനിമം പോയിന്റുകളെ ഏതാണ് എൻവലപ്പ് ചെയ്തുകൊണ്ടല്ല ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ഈ ഒരു സ്മൂത്ത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഇവിടെ മോഡേൺ തിയറിയിൽ നമുക്ക് കാണുക. ഇനി അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു എൽ ഷേപ്പ് വരാനുള്ള മറ്റൊരു റീസൺ ആയിട്ട് തിയറിയിൽ പറയുന്നത് എന്താണ്, ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് എന്ത് ചെയ്യാം, ഇവരുടെ എക്കോണമീസ് ഓഫ് സ്കെയിലിനെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, പുതിയ ടെക്നോളജി, ഇപ്പൊ AI ടെക്നോളജി വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതനുസരിച്ച് പ്രൊഡക്ഷനിൽ അവർക്ക് എന്താണ് കൂടുതൽ അഡ്വാൻറ്റേജസ് ഉണ്ടാകാം. അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഡിസ്എക്കോണമീസ് ഓഫ് സ്കെയിൽ ഒരു പോയിന്റ് ഓഫ് ശേഷം അവിടെ റൈസ് ചെയ്തില്ല, സ്റ്റിൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ അവിടെ എന്ത് ചെയ്യാം, എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ അതാണ് രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, എൽ ഷേപ്പ് വരാനുള്ള രണ്ടാമത്തെ റീസൺ. ആദ്യത്തെ നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ കോസ്റ്റും മാനേജീരിയൽ കോസ്റ്റും, രണ്ടാമത്തത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. Another reason for the existence of L-shaped long-term average cost curve is in the modern theory of cost is technical progress. That traditional theory of cost assume no technological progress while explaining the U-shaped long-term average cost curve. The empirical result on long-term cost confirm the widespread existence of economies of scale due to technical progress in firms. The period between which technical progress has taken place, the long-term average cost shows a falling trend. The evidence of diseconomies is much less certain. So an upturn of the long-term average cost curve at the top end of the size scale has not been observed. അപ്പം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, ഒരു ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ മൂലം ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് റൈസ് ചെയ്യുന്നതായിട്ട് നമ്മൾ ഇതുവരെ റിയൽ ലൈഫിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ത് ചെയ്യുന്നു, ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ എന്ത് ചെയ്യുന്നു, ചെറുതായിട്ട് അല്ലെങ്കിൽ എക്കോണമീസ് ഓഫ് സ്കെയില് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പം രണ്ട് റീസൺസ് ആണ് നമ്മളിപ്പോ കണ്ടത്. ഏതൊക്കെയാണ്, പ്രൊഡക്ഷൻ കോസ്റ്റും മാനേജീരിയൽ കോസ്റ്റും ടെക്നോളജിക്കൽ പ്രോഗ്രസും ഈ ഒരു ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന്റെ ഈ ഒരു എൽ ഷേപ്പ് വരാനുള്ള റീസൺ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്, മൂന്നാമത്തെ ലേണിംഗ് ആണ്. ലേണിംഗ് കർവ് എന്ന് നമ്മൾ ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ വിളിക്കാറുണ്ട്. അതറിയാം, നമ്മളൊരു കാര്യം ചെയ്യുന്നതനുസരിച്ച് നമ്മൾ എന്താണ് കൂടുതൽ ലേൺ ചെയ്യും അല്ലെ. ഈ ലേണിംഗിലൂടെ നമ്മൾ എന്താണ് കൂടുതൽ എഫിഷ്യന്റ് ആകാറുണ്ട്. അപ്പൊ ഒരു ഫേമിനെ അപേക്ഷിച്ച് ആ ഫേം പലപ്പോഴും അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ലേൺ ചെയ്യുകയാണ്. ഇങ്ങനെ ലേണിംഗ് പല കാര്യങ്ങളും അവരെ പഠിപ്പിക്കുന്നു. ഇത് അവർക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവരെ എഫിഷ്യന്റ് ആക്കാറുണ്ട്. അപ്പം ഈ ലേണിംഗ് പ്രോസസ്സ്, ലേണിംഗ് ബൈ ഡൂയിങ്, അതായത് ചെയ്യുന്നതിലൂടെ പഠിക്കുക, ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയും ഈ എൽ ഷേപ്പ് ഓഫ് ലോങ് ടേം ആവറേജ് കോസ്റ്റിന് ഒരു കാരണമാണ്.
Yet another reason for the L-shaped long-term average cost curve is the learning process. Learning is the product of experience. If the experience in this context can be measured by the amount of a commodity produced, then higher the production is, the lower is its per unit cost. അപ്പം ഈ പറയുന്ന എക്സ്പീരിയൻസ്, ഇവിടെ ഫേമിനെ അപേക്ഷിച്ച് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ എത്രമാത്രം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള. The consequences of learning are similar to the increasing return. First, the knowledge gained from working on a large scale cannot be forgotten. Second, learning increases the rate of productivity. Third, experience is measured by the aggregate output produced since the firm first started to produce the product. അപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് നോളജ് കിട്ടും. ഈ നോളജ് ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലേൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, റേറ്റ് ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. ദെൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഇത് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുന്നു. ഈ എക്സ്പീരിയൻസ് നമുക്ക് വളരെ ലെസർ കോസ്റ്റില് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഇവിടെ എന്താണ്, എക്കോണമീസ് ഓഫ് സ്കെയിലിനെ അവിടെ ബൂസ്റ്റ് ചെയ്യുന്നു. ദ ലേണിംഗ് ബൈ ഡൂയിങ് ഹാസ് ബീൻ ഒബ്സർവ്ഡ് വെൻ ദ ഫേം സ്റ്റാർട്ട്സ് പ്രൊഡ്യൂസിങ് ന്യൂ പ്രൊഡക്റ്റ്. After they have produced the first unit, they are able to reduce the time required for the production and thus reduce the per unit cost. അപ്പം ഓരോ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചും നമ്മൾ കൂടുതൽ എന്താണ് എഫിഷ്യന്റ് ആവുന്നു, ടൈം കൺസ്യൂമിങ് ചെയ്യുന്നത് കുറയുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ് ഈ കോസ്റ്റ് കുറയ്ക്കുന്നു, ഒരു പെർ യൂണിറ്റ് കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് കുറയ്ക്കാൻ ഇതിന് കാരണമാവുന്നു. അപ്പം ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ എന്താണ് ലേണിംഗ് കർവ് എന്ന് വിളിക്കാറുണ്ട്. അതായത് എന്താണ്, കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ലേൺ ചെയ്യുന്നു, കൂടുതൽ ലേൺ ചെയ്യുന്നതനുസരിച്ച് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. അത് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ അവസാനം ഒരു റിസർവ് കപ്പാസിറ്റി തീരുന്ന സമയത്ത് എന്താണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് വരാൻ കാരണമാവുന്നു. അപ്പൊ ഇതിനെ ലേണിംഗ് കർവ്, ഈ LAC-നെ ലേണിംഗ് കർവ് എന്ന് വിളിക്കാറുണ്ട്. അത് നിങ്ങൾ കൃത്യം അറിഞ്ഞിരിക്കുക എന്താണ് ലേണിംഗ് കർവ് എന്നുള്ളത്. In the figure shows a learning curve which relate the cost of producing a given output to the total output over the entire time period. Growing experience with making the product lead to a falling cost as more and more of it is produced. When the firm has exploited all learning possibilities, costs reach a maximum level, M in the figure. അപ്പം ഏറ്റവും ലേണിംഗ് ബൈ ഡൂയിങ്ങിലെ ഏറ്റവും അവസാനം M എന്ന് പറയുന്ന പോയിന്റ് എത്തും. അതായത് മാക്സിമം ലേൺ ചെയ്തു. ഈ മാക്സിമം ലേൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഈ LAC എന്താണ് ഒരു L ഷേപ്പ് ആയിട്ട് മാറുന്നു, അതായത് ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. Thus the LAC curve is L shaped due to learning by doing. Learning by doing കൊണ്ടാണ് ഇവിടെ ഒരു L ഷേപ്പ്. അപ്പം L ഷേപ്പ് ഓഫ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് വരാനുള്ള റീസൺ എന്തൊക്കെയാണ്? ഒന്ന് എന്താണ്, പ്രൊഡക്ഷൻ കോസ്റ്റും മാനേജീരിയൽ കോസ്റ്റും. 2 ടെക്നോളജിക്കൽ പ്രോഗ്രസ്. 3 ലേണിംഗ് ആണ്. ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന ഈ 3 കാരണങ്ങളാണ് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന് അവിടെ ഒരു L ഷേപ്പ് വരാനുള്ള റീസൺ. ഇനി നമ്മൾ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിനെ, ലോങ് ടേം മാർജിനൽ കോസ്റ്റ് കർവിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് എന്താണ്, ഒരു L ഷേപ്പ് ആണ്, ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്. ലോങ് ടേം മാർജിനൽ കോസ്റ്റ് കർവ് എന്തായിരിക്കും, അതിന് താഴെ വരും. അപ്പൊ മോഡേൺ തിയറി അനുസരിച്ച് ലോങ് ടേം മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവിന്റെ താഴെയായിട്ടാണ് വരിക. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. ഇൻ ദ മോഡേൺ തിയറി ഓഫ് കോസ്റ്റ്, if the long term average cost curve falls smoothly and continuously even at very large scale of output, the long term marginal cost curve will lies below the long term average cost curve throughout its length as shown in the figure. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ലോങ് ടേം ആവറേജ് കോസ്റ്റിന് താഴെയായിട്ട് ലോങ് ടേം മാർജിനൽ കോസ്റ്റ് കർവ് ഉണ്ടാകും. If the long term average cost curve is downward sloping up to the point of a minimum optimal scale of plan or a minimum efficient scale of a plan beyond which no further scale economies exist, the long term average cost curve become horizontal. In this case, the long term marginal cost curve lies below the long term average cost curve until the minimum efficient scale point M is reached, and beyond this point the LMC, long term marginal cost curve, coincide with the long term average cost curve. അപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ, അതായത് മോസ്റ്റ് എഫിഷ്യന്റ്, മിനിമം എഫിഷ്യന്റ് പോയിന്റ് അല്ലെങ്കിൽ ഏറ്റവും എഫിഷ്യന്റ് പോയിന്റ് വരെ
ലോങ് റൺ ആവറേജ് കോസ്റ്റ് കർവിന് താഴെയായിട്ട് ലോങ് റൺ മാർജിനൽ കോസ്റ്റ് കർവ് വരുന്നു. അതിനുശേഷമുള്ള എല്ലാ പോയിന്റിലും ഈ രണ്ട് കർവുകളും എന്ത് ചെയ്യുന്നു, ഇന്റർസെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും ഈക്വൽ ആവുന്ന ഒരു ഫ്ലാറ്റ് സ്ട്രെച്ച് ആയിട്ട് ഒരുപോലെ പോകുന്നു. ഈ എം എന്ന് പറയുന്നത് എന്താ, ഈ റിസർവ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നതാണ്, എക്സോസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പൊ ഈ റിസർവ് കപ്പാസിറ്റി എക്സോസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ശേഷം ഈ രണ്ട് കർവുകളും ഈക്വൽ ആവുന്നു. അതായത് ഈ മിനിമം ഒപ്റ്റിമൽ സ്കെയിൽ അല്ലെങ്കിൽ ഒപ്റ്റിമൽ പ്രൊഡക്ഷന് ശേഷം LAC is equal to LMC ആണ്. ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് is equal to ലോങ് ടേൺ മാർജിനൽ കോസ്റ്റ് കർവ് ആണ്. അതിന് മുമ്പാണെങ്കിൽ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ താഴെയായിട്ട് ലോങ് ടേൺ മാർജിനൽ കോസ്റ്റ് കർവ് വരും. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ഷേപ്പ് ആണ് വരിക. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ലോങ് ടേണിൽ എന്താണ്, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന് എന്താണ്, എൽ ഷേപ്പ് ആണെന്നാണ് മോഡേൺ തിയറി വരിക. അതിന് താഴെയായിട്ട് ലോങ് ടേൺ മാർജിനൽ കോസ്റ്റ് വരുന്നു. എം എന്ന് പറയുന്ന ഒരു ഒപ്റ്റിമൽ സ്കെയിലിന് ശേഷം ലോങ് ടേൺ ആവറേജ് കോസ്റ്റും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റും സെയിം ആവുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ, ഒരു കൺക്ലൂഷൻ കൂടെ നോക്കാം. ദ മജോറിറ്റി ഓഫ് എംപിരിക്കൽ കോസ്റ്റ് സ്റ്റഡീസ് സജസ്റ്റ് ദാറ്റ് ദ യു-ഷേപ്ഡ് കോസ്റ്റ് കർവ് postulated by the traditional theory are not observed in the real world. Two major results emerge predominantly from the most studies. First, the short-run average variable cost and short-run marginal cost curve are constant of a wide range of output. Exactly, നമ്മൾ കണ്ടതാണ്. അതായത് ഷോർട്ട്-റൺ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഷോർട്ട്-റൺ മാർജിനൽ കോസ്റ്റും ഒരു റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാ, ആ ഒരു ഷോർട്ട് റൺ കർവുകൾ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാ. ഏതാ, റിസർവ് കപ്പാസിറ്റിയിൽ ഇത് രണ്ടും സെയിം ആയിരിക്കും. ദ സെക്കൻഡ്, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവ് ഫോൾ ഷോർപ്ലി ഓവർ ലോ ലെവൽ ഓഫ് ഔട്ട്പുട്ട് and subsequently remain practically constant as the scale of output increases. This means that long-term average cost curve is L-shaped rather than U-shaped. Only in a very few cases diseconomies of scale are observed, and these at very high level of output. അതായത് ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. ഈ ഡിസെക്കോണമീസ് ഓഫ് സ്കെയിൽ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിനെ ഇൻക്രീസ് ചെയ്യുന്നത് വളരെ റെയറസ്റ്റ് കേസിൽ മാത്രമേ കണ്ടുള്ളൂ. അതും വളരെ ഹൈ ആയിട്ടുള്ള ഔട്ട്പുട്ടിലാണ്. ജനറൽ കേസിൽ എക്കോണമീസ് ഓഫ് സ്കെയിൽ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൽ ഷേപ്പ് തന്നെയാണ് ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന് വന്നിരിക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പം ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഈ ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിന്റെ എൽ ഷേപ്പും ലോങ് ടേൺ മാർജിനൽ കോസ്റ്റ് കർവിന്റെ എൽ ഷേപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ദെൻ അത് കൂടാതെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടേൺ ആവറേജ് കോസ്റ്റ് കർവിനെ തന്നെയാണ് ലേണിംഗ് കർവ് എന്ന് വിളിക്കുക. ദെൻ അത് കൂടാതെ നമ്മൾ എന്താണ്, ഈ മറ്റ് കർവുകൾ ആവറേജ് ഫിക്സഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ആവറേജ് ടോട്ടൽ കോസ്റ്റും ഷോർട്ട് റൺ തിയറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പം ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു സോസർ ടൈപ്പ് അല്ലെങ്കിൽ ബൗൾ ഷേപ്പ് ആണ്. ദെൻ മാർജിനൽ കോസ്റ്റും അതുപോലെ തന്നെ ഒരു സോസർ ടൈപ്പ് അല്ലെങ്കിൽ എന്താണ്, ബൗൾ ഷേപ്പ് ആണ്. ആവറേജ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു യു ഷേപ്പ് ആണ്. അത് റൈസ് ചെയ്യാൻ തുടങ്ങുന്ന എവിടെയാ, റിസർവ് കപ്പാസിറ്റി എക്സോസ്റ്റഡ് ആവുമ്പോഴാണ്. ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്താണ്, ഈ ഹൈപ്പർബോളിക് ഷേപ്പ് തന്നെയാണ് വരിക. ഇത്രയും കാര്യങ്ങൾ ഇതിന്റെ കൂടെ അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അസേർഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, the long term cost curve is L shaped rather than U shaped. Reason, the new technique of production of large plants reduce the total cost per unit of output in the long term. അപ്പൊ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മോഡേൺ തിയറി ഓഫ് കോസ്റ്റിലാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന കോസ്റ്റ് കർവ്, ലോങ് റൺ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് എൽ ഷേപ്പ് ആണ്, അല്ലാതെ ട്രഡീഷണൽ തിയറി പറയുന്ന പോലെ യു ഷേപ്ഡ് അല്ലെന്ന്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും എക്സാക്ട്ലി റൈറ്റ് ആ അല്ലെ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്താ ചെയ്യണ്ടേ, രണ്ട് സ്റ്റേറ്റ്മെന്റും ഇൻഡിവിജ്വലി കറക്റ്റ് ആണോ എന്ന് നോക്കുക. ദെൻ അതിനുശേഷം എയുടെ ഒന്നാമത് പറഞ്ഞിരിക്കുന്നതിന്റെ അസേർഷന്റെ റീസൺ ആണോ രണ്ടാമത്തത് നോക്കുക. അപ്പൊ ഇൻഡിവിജ്വലി കറക്റ്റ് ആണോ എന്ന് നോക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി കറക്റ്റ് ആണ്. അതായത് ലോങ് ടേൺ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ലോങ് ടേൺ കോസ്റ്റ് എൽ ഷേപ്ഡ് ആണ്, യു ഷേപ്ഡ് അല്ല. മോഡേൺ തിയറിയിൽ പറഞ്ഞിരിക്കുന്നതാണ്, കറക്റ്റ് ആണ്. രണ്ടാമത്തെ, ദി ന്യൂ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ലാർജ് പ്ലാന്റ്സ് reduces the total cost per unit of output in the long term. Exactly correct ആണ്. നമ്മൾ 3 റീസൺസ് നമ്മൾ കണ്ടായിരുന്നു എന്തുകൊണ്ടാണ് എൽ ഷേപ്ഡ് ലോങ് ടേൺ കോസ്റ്റ് കർവ് വരിക. ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ആൻഡ് മാനേജീരിയൽ കോസ്റ്റിന്റെ കാര്യമാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. 3 ലേണിംഗ് ബൈ ഡൂയിങ്. ഈ 3 റീസൺസ് ആണ്
അവിടെ എന്തുണ്ടാകുന്നത്? എൽ ഷേപ്ഡ് ആവറേജ് കോസ്റ്റ് കർവ് ഉണ്ടാകുന്നത്. അപ്പൊ രണ്ടാമത് പറഞ്ഞ ന്യൂ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ, എക്സാക്ട്ലി കറക്റ്റ്. ന്യൂ ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻസ് ആണ് ഇതിനൊരു റീസൺ ആയിട്ട് പറയാം. അപ്പൊ രണ്ടാമത്തതും റൈറ്റ് ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. അപ്പൊ ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെ. ഈ മേളിൽ പറഞ്ഞ എൽ ഷേപ്പിനുള്ള റീസൺ തന്നെയല്ലേ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആണ്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. The lowest point on the long-term average cost curve is known as the minimum efficient scale. It is the output at which long-term average cost curve stop falling. അതായത് നമ്മൾ കുറച്ചു മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത, അതായത് എം എന്ന് പറയുന്ന ഈ പോയിന്റ്, ഈ എം എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഈ ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഫോളോ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പോയിന്റ് ആണ് എം. ആ എമ്മിനെയാണ് നമ്മൾ മിനിമം എഫിഷ്യന്റ് സ്കെയിൽ എന്ന് വിളിക്കുക. ദെൻ അതിനുശേഷം ഈ പറയുന്ന ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് എന്താണ്? ഒരു ഫ്ലാറ്റ് സ്ട്രക്ചർ വരെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഒറിസോണ്ടൽ ആയിട്ട് മാറുവാണ്. അപ്പം ഈ പറയുന്ന ലോവസ്റ്റ് പോയിന്റ് ഓൺ ദി ലോങ് ടേം ആവറേജ് കോസ്റ്റ് കർവ് ഈസ് നോൺ ആസ് ദ മിനിമം എഫിഷ്യന്റ് സ്കെയിൽ. എക്സാക്ട്ലി റൈറ്റ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ആണ്. It is the output at which the long term average cost curve stop falling. Exactly correct. Long term average cost curve fall ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യുന്ന ഈ പറയുന്ന മിനിമം എഫിഷ്യന്റ് സ്കെയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന എം എന്ന് പറയുന്ന പോയിന്റ് ആണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും റൈറ്റ് ആണ്. അപ്പൊ ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ, കറക്റ്റ് ആണ്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ട് വരിക. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ, the L-shaped average cost curve is witnessed in the large firms because only the law of increasing returns operates, the law of constant return to scale operates, only the law of constant returns operate, the operation of law of decreasing return is continuously postponed. അപ്പൊ നമുക്കറിയാം എൽ ഷേപ്പ് വരാനുള്ള റീസൺ എന്തല്ല? ഇൻക്രീസിംഗ് റിട്ടേൺസിലെ എൽ ഷേപ്പ് അല്ല, അത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഈ ഫ്ലാറ്റ് സ്ട്രെച്ച് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഈ ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ടാകാതിരിക്കുന്നത്. ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ഉണ്ടെങ്കിൽ അതെന്താണ്? മുകളിലേക്ക് പോകും. നമ്മൾ ട്രഡീഷണൽ തിയറിയിൽ പഠിച്ച പോലെ യു ഷേപ്പ് ആവും. ഇവിടെ യു ഷേപ്പ് ആകാതിരിക്കാനുള്ള മേജർ റീസൺ എന്താ? ഈ ഡിക്രീസിംഗ് റിട്ടേൺസ് അവിടെ ഉണ്ടാകാത്തതാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓഫ് ലോ ഓഫ് ഡിക്രീസിംഗ് റിട്ടേൺ ഈസ് കണ്ടിന്യൂസ്ലി പോസ്റ്റ്പോണ്ട്. ആ ഡിക്രീസിംഗ് റിട്ടേൺസ് ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ അത് പോസ്റ്റ്പോണ്ട് ചെയ്യപ്പെടുന്നതാണ്. ആ എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്താണ്? മിനിമം എഫിഷ്യന്റ് സ്കെയിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പം ഈ ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ ഇല്ലാതാകുന്നതാണ്. അപ്പൊ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പം കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ അല്ല, കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതുകൊണ്ടല്ല. ഇവിടെ എന്താണ്? ഡിക്രീസിംഗ് റിട്ടേൺ ടു സ്കെയിൽ പോസ്റ്റ്പോൺ ചെയ്യുന്നുണ്ട്. അപ്പൊ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതൊന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മോഡേൺ തിയറി ഓഫ് കോസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ട്രഡീഷണൽ തിയറിയും മോഡേൺ തിയറി ഓഫ് കോസ്റ്റിലും ഈ പറയുന്ന കർവുകൾ തമ്മിൽ, ഓരോ കോസ്റ്റ് കർവുകളും തമ്മിലുള്ള മേജർ ഡിഫറൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പറയുന്ന മാർക്കറ്റ് ഫോംസിലേക്ക് പോവാം. മാർക്കറ്റ് ഫോംസിൽ നമ്മൾ ഈ പറയുന്ന എല്ലാ കർവുകളെയും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. ഈ ഓരോ കോസ്റ്റ് കർവുകളെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റും അതുപോലെ തന്നെ പല ഫീച്ചേഴ്സും നമ്മൾ ഓരോ മാർക്കറ്റിനെയും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. കാറ്റോ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യാനാണ് 1 or 2 മിനിറ്റ്സ് ഞാൻ എടുക്കുക. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും എക്കണോമിക് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാംസുമാണ് ഈ ഒരു ചാനലിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരുണ്ടാകാം, ഓൾറെഡി നമ്മുടെ വീഡിയോസ് കണ്ടവരുണ്ടാകാം. നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഓരോ ക്ലാസ്സസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനവുമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. ഇനി അതുകൂടാതെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് പോലെ തന്നെ UGC നെറ്റ് എക്കണോമിക്സ്, കേരള സെറ്റ് എക്കണോമിക്സ്, CUT PG എക്കണോമിക്സ്, ദെൻ കേരള PSCയിൽ എക്കണോമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ്, സ്പെസിഫിക്കലി HSST എക്കണോമിക്സ്, കൊളീജിയറ്റ് എക്സാം, സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ് പോലുള്ള എക്സാംസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ ഓരോ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇത് കൂടാതെ ഈ എക്സാംസിനെല്ലാം ഒരു
ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ക്ലാസ്സസ് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രീ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, നോട്ട്സ്, PPT, ടെസ്റ്റ് പേപ്പേഴ്സ്, അതുകൂടാതെ ഇന്ററാക്റ്റീവ് ലൈവ് സെഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഓരോ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ചില ലൈവ് സെഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഫ്രീ മെറ്റീരിയൽസും ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോസിന്റെ അടിയിലും നമ്മുടെ നമ്പർ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക്